IPL റിട്ടൻഷൻ ലിസ്റ്റ് നാളെ പുറത്തു വരാൻ പോകുമ്പോൾ ഒന്ന് രണ്ട് ട്രേഡുകളും ഒപ്പം നടക്കാൻ സാധ്യതയുള്ള മറ്റു ട്രേഡുകളുടെ സൂചനയും ലഭിച്ചിട്ടുണ്ട്. ഒഫീഷ്യലി നടന്ന ട്രേഡ് മുംബൈ ഇന്ത്യൻസ് LSCയിൽ നിന്നും ഷാർദുൽ ഠാക്കൂറിനെ ടീമിലെത്തിച്ചതും ഷർഫൻ റദർഫോർഡിനെ GTയിൽ നിന്ന് ടീമിലെത്തിച്ചതുമാണ്. ഈ രണ്ട് ട്രേഡും ക്യാഷ് ഡീലാണ്. ഫിനിഷിംഗ് റോളിലേക്ക് ഡെപ്ത് MI ഇത്തവണ നന്നായി കൂട്ടിയിട്ടുണ്ട്. ഇനി പോസിബിലിറ്റി പറഞ്ഞിരിക്കുന്ന 3 ട്രേഡുകളിൽ ഒന്ന് സഞ്ജു സാംസൺ ജഡേജ സാംകറൻ ട്രേഡാണ്. ഇത് ഓൾമോസ്റ്റ് ഫൈനലാണ്. രാജസ്ഥാന്റെ വിദേശ കോട്ടയെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നതുകൊണ്ട് സാംകറിന് എത്തുമ്പോൾ മറ്റൊരു വിദേശ താരത്തെ രാജസ്ഥാൻ റിലീസ് ചെയ്തേ പറ്റൂ. നിലവിൽ തീക്ഷ്ണ, ഹസരംഗ തുടങ്ങി 2 പേരെയും ടീം റിലീസ് ചെയ്യും എന്നാണ് ന്യൂസ് കാണുന്നത്. ഒപ്പം ജഡേജ രാജസ്ഥാനിലെത്തുമ്പോൾ താരം ക്യാപ്റ്റൻസി ചോദിച്ചിട്ടുണ്ട് എന്നതാണ് ന്യൂസ്. സോ ജഡേജ രാജസ്ഥാന്റെ ക്യാപ്റ്റൻ ആയേക്കാം. രണ്ടാമത്തെ ട്രേഡിൽ മുംബൈ തന്നെയാണുള്ളത്. മയങ്ക് മാർക്കണ്ഡയെ തിരികെ ടീമിലെത്തിക്കാനുള്ള നീക്കമാണ് മുംബൈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊൽക്കത്തയുമായി ഈ ട്രേഡിന്റെ ഫൈനൽ ഡിസ്കഷനിലാണ് മുംബൈ എന്നൊക്കെയാണ് കാണുന്നത്. ഇന്ത്യൻ കോർ സ്ട്രോങ് ആക്കാനുള്ള നല്ല ശ്രമം മുംബൈ നടത്തുന്നുണ്ട്. ബട്ട് ഓൾറെഡി 5 കോടിക്കടുത്ത് MI ട്രേഡ് വഴി തന്നെ മുടക്കിയിരിക്കുമ്പോൾ മിക്കവാറും ഒരു ബിഗ് റിലീസ് മുംബൈയിൽ ഉണ്ടായേക്കാം. അത് ദീപക് ചഹർ അയക്കാൻ തന്നെയാണ് ചാൻസ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ട്രേഡ് ന്യൂസ് ഉള്ളത് മുഹമ്മദ് ഷാമിക്ക് വേണ്ടി LSCയും ഡൽഹിയും ഇൻട്രസ്റ്റഡ് ആണ് എന്നതാണ്. മോസ്റ്റ് പ്രോബബ്ലി ഷാമി റിലീസാകാൻ ചാൻസ് പറഞ്ഞിരിക്കുമ്പോൾ ഒരു ക്യാഷ് ട്രേഡ് ഡീൽ നടന്നേക്കാൻ തന്നെയാണ് ചാൻസ്. LSCക്കാണ് ഒരു മെയിൻ പേസറെ ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ളത്. ഇനി RCBയുടെ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടീമിന് വരുന്ന സീസണിൽ ഹോം ഗെയിംസ് ഉണ്ടാകില്ല എന്നത് ഇന്നലെ കൺഫേം ചെയ്തിരുന്നു. ഒപ്പം വരുന്ന സീസണിന് മുന്നേയുള്ള ലേലം ഡിസംബർ 16 അബുദാബിയിൽ വെച്ച് നടക്കും. നിലവിൽ IPL റിലേറ്റഡായി ഇത്രയും ന്യൂസാണ് പുറത്തു വന്നിരിക്കുന്നത്.